യുക്തിവാദിയായ ഒരു ഹിന്ദു എന്നെ വിളിച്ചു. ഇദ്ദേഹം പഴയ RSSകാരനാണ്. രാമക്ഷേത്ര മൂവ്മെന്റിൽ അടക്കം പങ്കെടുത്ത വ്യക്തിയാണ്. എന്നാൽ അന്ന് ശ്രീരാമന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നത് കണ്ട്, രാഷ്ട്രീയം കളിക്കുന്നത് കണ്ട് മനം മടുത്ത് അതിൽ നിന്ന് മാറിയ ആളാണ്. ഇപ്പോൾ ഒരു യുക്തിവാദിയാണ്. നിങ്ങൾ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ വിളിക്കുന്നു. വളരെ നല്ല കോൺവെർസേഷനാണ്. ഇതുപോലത്തെ ആൾക്കാർ നമുക്ക് വേണം. ഞാനിപ്പോൾ അദ്ദേഹം യുക്തിവാദിയാണെങ്കിലും ഹിന്ദുക്കൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ ഹിന്ദുക്കൾക്ക് മാത്രമായി പ്രശ്നമില്ല, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അങ്ങനെ മതേതരമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. മതസൗഹാർദ്ദത്തോടെയാണ് ചിന്തിക്കേണ്ടത്, മതേതരമായിട്ടല്ല. ഹിന്ദുക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് ഇന്നതൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ഇതാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. കേൾക്കേണ്ട കോൺവെർസേഷനാണ്. പണ്ട് RSSകാരനായിരുന്നു, പിന്നീട് യുക്തിവാദിയായി. ഹിന്ദു സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒരു യുക്തിവാദിയുമായി ആശയാടിസ്ഥിതമായി സംസാരിക്കും. ഒന്നുകൂടെ ചോദിക്കാമോ സാർ? പറയണം. വന്ദേ മാതരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വീഡിയോ കണ്ടു. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധപ്പെടുത്താനാണ്. ഭാഗ്യലക്ഷ്മി ലോട്ടറി നമ്മൾ കേരളം ഭാഗ്യലക്ഷ്മി ലോട്ടറി അത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് ഇന്നേ വരെ കേന്ദ്ര ഗവൺമെന്റ് ജീവൻ ചായ ജീവനാനന്ദ് തുടങ്ങിയിട്ടുള്ള ഇൻഷുറൻസ് പോളിസികളാണ് ഇറക്കിയിരിക്കുന്നത്. അതുപോലല്ലോ വന്ദേമാതരം എല്ലാരും കമ്പൽസറി. ഭാഗ്യലക്ഷ്മി ലോട്ടറി നമുക്ക് വേണമെങ്കിൽ മേടിച്ചാൽ പോരെ. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ ഭീമാലക്ഷ്മി കൊണ്ടൊരു ഇൻഷുറൻസ് പോളിസി ഇറക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഭീമാലക്ഷ്മി ഇതെങ്ങനെ ഒരു മതേതര രാഷ്ട്രത്തിന്റെ എല്ലാവർക്കും സാറേ, ഇത് മതേതര രാഷ്ട്രമല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. മതേതരത്വം എന്നൊരു കാര്യമില്ല. മതസൗഹാർദ്ദമേ ഉള്ളൂ. അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാരും നെഹ്റുവിയൻ കോൺഗ്രസുകാരും പറയുന്ന ഐഡിയയാണ് മതേതരത്വം. ഗാന്ധിജി മതേതരവാദി ആയിരുന്നില്ല. ഗാന്ധിജി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അതായത് സെക്കുലറിസം അല്ല ഗാന്ധിജി. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം എന്താ പറയണേ, മതേതരവാദിയായിരുന്നു. പക്ഷേ ഞാനൊരു യുക്തിവാദിയാണ് കേട്ടോ, അതുകൂടി ഞാൻ പറഞ്ഞു. അവിടെയാണ് സാർ ഞാനൊരു കാര്യം പറയട്ടെ. യുക്തിവാദി ആയിക്കോട്ടെ, പക്ഷെ ഇന്ത്യക്ക് വലിയ വ്യത്യസ്തവും ബഹുസ്വരവുമായ സംസ്കാരമില്ലേ? എല്ലാരെയും ഒരു ബാലൻസ് നമ്മൾ കൊണ്ടുപോകും. ഇവിടെ ചോദിച്ച ചോദ്യം അതല്ല. ഞാൻ ചോദിച്ച ചോദ്യമല്ല. ഇന്ത്യയുടെ മതേതര രാഷ്ട്രം എന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല സാർ, അല്ല. നമ്മുടെ ഭരണഘടനയിൽ ഒറിജിനലി സെക്കുലർ എന്ന വാക്കില്ല. ഇന്ദിരാഗാന്ധി നമ്മുടെ എമർജൻസി 42ാം അമെന്റ്മെന്റ് ആണെന്നാണ് എന്റെ ഓർമ്മ. അതായത് അന്ന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി അമിതാധികാരം പ്രയോഗിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോ എന്തെങ്കിലും ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുകയും ഇടതുപക്ഷക്കാരുടെ കയ്യടി നേടുകയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി സെക്കുലർ ആൻഡ് സോഷ്യലിസ്റ്റ്. ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ഈ ഒരു ഇൻഷുറൻസ് പോളിസി എങ്ങനെ ഒരു മറ്റേ LIC ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം ഇറക്കി ഈ ഇൻഷുറൻസ് പോളിസി എങ്ങനെ ഒരു ഇസ്ലാമിനോ ക്രിസ്ത്യനോ നമുക്ക് കൊടുക്കാൻ പറ്റും? സാറേ, എന്താ അറിയാമോ, നമ്മുടെ നാട്ടില് ആരും തലയിൽ അടിച്ചേൽപ്പിക്കാതിരുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഹിന്ദു സംസ്കാരത്തിൽ ബഹുമാനിക്കുന്നവരാണ്, അവരാദരിക്കുന്നവരാണ്. ഇന്തോനേഷ്യൻ മുസ്ലിങ്ങളെ പോലെ. അങ്ങക്ക് അറിയാവുന്നറിയില്ല, ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങൾ മതം കൊണ്ട് മുസ്ലിങ്ങളും സംസ്കാരം കൊണ്ട് ഇന്ത്യക്കാരും /ഹിന്ദുക്കളാണെന്നുമാണ്. ഇപ്പൊ ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങൾക്കിടുന്ന ഒരു സാധാരണ പേരാണ് റാം. ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങൾക്കിടുന്ന പേരാണ് സീത. ഇൻഡോനേഷ്യയിലെ ഔദ്യോഗിക എയർലൈൻസിന്റെ പേര് ഗരുഡ ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും മികച്ച രാമായണ ഫെസ്റ്റിവൽ നടക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. അപ്പൊ ഇതൊരു സംസ്കാരമാണെങ്കിൽ എല്ലാരും സന്തോഷത്തോടെ തലയിൽ ഏറ്റെടുക്കും. പക്ഷെ നേരെ മറിച്ച് നീയൊക്കെ നാളെ രാവിലെ തൊട്ട് ദുർഗ, ലക്ഷ്മി, സരസ്വതി സ്തുതിയായി പറയണമെന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചേൽപ്പിച്ച അവർ അതിശക്തമായി അതിനെ പ്രതിരോധിക്കും. ഈ രാജ്യത്തിന് വേണ്ടി. അതുകൊണ്ടാണ് അങ്ങ് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് നാഷണൽ ലെവലിലേക്ക് കൊണ്ടുവന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയെന്നാണല്ലോ. ഞാൻ ഈ പറഞ്ഞ വിഷയം അങ്ങനെയാണല്ലോ. അതായത് ഇന്ത്യയുടെ ദേശീയമായിട്ടുള്ള സ്ഥാപനങ്ങളെ പോലും മറ്റു രീതിയിലേക്ക് മതവൽക്കരിക്കൊന്നും അല്ല. ഇപ്പൊ ഇന്ത്യ രാമരാജ്യം ആവണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജിയോട് ചോദിച്ചു രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാന്ധിജി പറഞ്ഞത് യേശുവിന്റെ സ്വർഗരാജ്യവും ഖലീഫയുടെ സ്വപ്നരാജ്യവുമാണ്.
ഈ ഒരു ബാലൻസ് ഈശ്വരല്ല. ശരിക്കും അങ്ങനെ ഒരു വരി അതിനകത്തില്ല. ആ പാട്ട് അങ്ങനല്ല. സുന്ദർ വിഗ്രഹ കാശിറാം സീതാ തുളസി സാലഗ്രാം എന്നായിരുന്നു അതിന്റെ ഒറിജിനൽ വരി. അപ്പം ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളും താമസിച്ചിരുന്ന രാജ്യം ഇന്ത്യയാണ്, അറിയാലോ. അതായത് അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും ഇല്ല. എല്ലാരെയും ഒരു ബാലൻസ് പിടിച്ച് കൊണ്ടുപോകണ്ടേ? അങ്ങ് കേൾക്കുമ്പോൾ അങ്ങ് യുക്തിവാദി കൂടി ആയതുകൊണ്ടെങ്കിൽ കൗതുകമുള്ളൊരു സാധനം ഞാൻ പറയാം. 1931-32 സാക്ഷാൽ നെഹ്റുജി, നിരീശ്വരവാദിയായ പുരോഗമനവാദിയായ സി രവിചന്ദ്രൻ സാറിനൊക്കെ ഇപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള നെഹ്റുജി ഇന്ത്യക്ക് ഒരു കാവി പതാക മതി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് ഒരു കാവി പതാകയും ആ കാവി ഗാന്ധിജി മാത്രമാണ് എതിർത്തത്. അതാണ് ഹിന്ദുവിന്റെ നന്മ, അതാണ് ഒരു ഹിന്ദുവിന്റെ നന്മ. അതായത് നെഹ്റുജി പറഞ്ഞു കാവി പതാക മതിയെന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഖുറാൻ പണ്ഡിതനായ മൗലാന ആസാദ് പറഞ്ഞു കാവി പതാക മതിയെന്ന്. സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു കാവി പതാക മതിയെന്ന്. പക്ഷെ ഗാന്ധിജി പറഞ്ഞു അങ്ങനെയല്ല മൗലാന, നിങ്ങൾക്ക് കാവി മാത്രം മതിയായിരിക്കും, പക്ഷെ എനിക്കെല്ലാം വേണം. ആ വിട്ടുകൊടുക്കാനുള്ള ഇന്ത്യൻ മുസ്ലിമിന്റെ മനോഭാവമാണ്. കറക്റ്റ്, ഇത് തന്നെയാണ് ഷിക്കാഗോ പ്രസംഗത്തിൽ പറയുന്നത്. ഷിക്കാഗോ പ്രസംഗത്തിൽ എക്സാക്ട്ലി ഈ സാധനമാണ് പറയുന്നത്. അതായത് വ്യത്യസ്ത പാതകൾ ദൈവത്തിലേക്ക്. ഞാൻ വിശ്വാസമല്ല, ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ബഹുസ്വരമായിട്ടുള്ള ഒരു മതേതര രാഷ്ട്രമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അതിൽ ഇത്തരത്തിലുള്ള ഒരു സിംബലോട് കൂടിയിട്ട് നമുക്ക് ഇതെങ്ങനെ നമുക്ക് മറ്റുള്ള ഒരു സർക്കാരിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഈ ഒരു ഇതിന് നമുക്ക് മറ്റൊരാൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇതിപ്പം പ്രശ്നം എന്ന് പറഞ്ഞാലേ ഞാൻ പറയണത് എന്താ അറിയാമോ, ആൾക്കാർക്ക് മനഃപൂർവ്വം തലയിൽ അടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഇതൊന്നും സ്വീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏതുപോലെയെന്ന് ഞാൻ പറയാം, ദുബായിലൊക്കെ പോകുമ്പോൾ നമ്മുടെ തന്നെ പല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഞാൻ പറയട്ടെ, മതവും ഇത് വർഗീയതയും ഇതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലെ രാഷ്ട്രീയ ഉൽപ്പന്നം കൂടിയിട്ടാണ്. എന്താ അറിയോ സാറേ, അങ്ങനെ മാത്രമല്ല, അതൊരു ഇടതുപക്ഷ ചിന്തയാണ്. എന്റെ റീസൺ എന്താ അറിയാമോ? അതായത് എന്നും മതവും രാഷ്ട്രീയവും തമ്മിൽ ഇടകലർന്നിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ് ക്രൂസൈഡുകൾ ഉണ്ടാകുന്നത്. ക്രൂസൈഡുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വിശുദ്ധ സ്ഥലമായ ജെറുസലേം തിരിച്ചു പിടിക്കാൻ പോപ്പ് ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ യുദ്ധങ്ങളാണ് ക്രൂസൈഡുകൾ. സമാനമായി ഹോളി വാർ, ജിഹാദുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജി ചെയ്തത് എന്തെന്ന് പറഞ്ഞാൽ ഇതിനെ ബാലൻസ് ഔട്ട് ചെയ്യും. അതെ, അങ്ങനെ ഫൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഗാന്ധിജി ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്തു. അതായത് ഗാന്ധിജി മതേതരത്വവും വേണ്ട വർഗീയതയും വേണ്ട, നമുക്കൊരു മധ്യപാതയായ മതസൗഹാർദ്ദം മതി. അതായത് മതേതരത്വം എന്ന് പറയുന്ന, അതായത് നമുക്ക് മതം വേണ്ട, വിശ്വാസം വേണ്ട, നിരീശ്വരവാദം മതി എന്ന് പറയുന്ന ഒരു ആംഗിൾ വേണ്ട. എന്നാൽ നേരെ തിരിച്ച് വർഗീയത വേണ്ട, എന്നാൽ തിരിച്ച് വിദ്വേഷം വേണ്ട. നിങ്ങൾ പറയുന്നത് അതെ, മതനിരാസം വേണ്ട. ഗാന്ധിജി നിരാസമാണ്. മതേതരത്വം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മതത്തിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ മതത്തെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെന്താ അറിയാം സാറേ, അല്ല ഇതിന്റെ പ്രശ്നം എന്താ അറിയോ സാറേ, ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾക്ക് മതേതരത്വം എന്ന് പറഞ്ഞാലേ ഓക്കെ ആവും. ഞാനൊരു വലതുപക്ഷക്കാരനാണ്, ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ കൂടി വിശ്വസിക്കുന്നവനാണ്. ഞങ്ങൾ അതിനെ മതസൗഹാർദ്ദം എന്ന് പറയും, വേറെ ചില ആൾക്കാർ അതിനെ ബഹുസ്വരത എന്ന് പറയും. എന്ത് പേര് വിളിച്ചാലും ഒറ്റ അർത്ഥമേ അതിനുള്ളൂ, നമ്മൾ പരസ്പരം അടി കൂടാതെ മത തീവ്രവാദവും മത നിരാസവുമാണ് മറ്റുള്ള മതങ്ങളെ നമ്മൾ. ഇതിന്റെ ഇടയ്ക്ക് ഒരു സാധനം ഇല്ലേ, മതേതരത്വത്തിന്റെ അർത്ഥം അതേയല്ല. എന്താ അറിയാം സാറേ, മതേതരം എന്ന വാക്കിലല്ല, മതേതരത്വത്തിന്റെ വാക്കിനെ നമ്മൾ എങ്ങനെ പ്രയോഗവൽക്കരിക്കുന്നു എന്നനുസരിച്ചാണ്. അതായത് ഏതെങ്കിലും ഒരു വാക്കല്ല. ഇപ്പൊ സെക്കുലറിസം എന്ന വാക്കിനെ മതേതരത്വത്തിന് പകരം മതസൗഹാർദ്ദം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ ബഹുസ്വരത പ്ലൂറലിസം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഉദാഹരണം ഞാൻ പറയാം, നമ്മുടെ തമിഴ്നാട് അറിയാലോ, ഒരിക്കൽ പോലും BJP ഭരിച്ചിട്ടില്ലാത്ത, BJP ഭരിക്കാൻ ചാൻസ് കുറവുള്ള സംസ്ഥാനമാണ്. എന്നാൽ തമിഴ്നാടിന്റെ ഔദ്യോഗിക ചിഹ്നം അമ്പലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടായതും പെരിയോറിനെ പോലുള്ള ആൾക്കാരുണ്ടായതും തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലമാണ്. അപ്പൊ നമ്മുടെ നാട് എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞൊരു അവിയൽ പരുവമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ ഈ വിഷയത്തിനെ സംബന്ധിച്ച വിഷയം, ഇന്ത്യയിൽ ബഹുസ്വരമായ ഒരു രാഷ്ട്രമാണ്, അല്ലെങ്കിൽ മതേതരത്വം എന്ത് വേണമെങ്കിലും ചോദിക്കുന്നത്, ബഹുസ്വരമായിട്ടൊരു രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൽ നമ്മൾ ഏതെങ്കിലും ഇത്തരം മത സിംബലുകളെ നമ്മൾ ജനങ്ങളിലേക്ക് ശരിയാണോ? ഇത് സാറിന്റെ ഒരു അപ്രോച്ചാണ്. ഞാൻ ഇതിന്റെ മറു അപ്രോച്ച് പറയാം. താങ്കൾ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ സിംബൽസ് അടിച്ചേൽപ്പിക്കരുതെന്നാണ്, റൈറ്റ്?
ഇത് ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു പൊസിഷനാണ്. പക്ഷെ ഇതിനേക്കാൾ നല്ല പൊസിഷൻ എന്താ അറിയാമോ? എല്ലാ മതങ്ങളുടെയും സിമ്പൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബഹുമാനിക്കുകയും പൊതുസമൂഹത്തിൽ കാണിക്കുകയും ചെയ്യുക. നമുക്ക് ഒന്നെങ്കിൽ ഒരു മതത്തിന്റെ സിമ്പൽ വേണ്ടാന്നൊരു നിലപാടെടുക്കാം. അതാണ് നെഹ്റൂവിയൻ സെക്കുലറിസം. മറിച്ച് ഗാന്ധിയൻ സെക്കുലറിസം എന്ന് പറയുന്നത് എല്ലാ മതത്തിന്റെ സിമ്പൽ. ഗാന്ധിജി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഖുറാനിൽ നിന്ന് കോട്ട് ചെയ്യും, ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്യും, ഭഗവത്ഗീതയിൽ നിന്ന് കോട്ട് ചെയ്യും, രാമായണത്തിൽ നിന്ന് കോട്ട് ചെയ്യും, ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് കോട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ബാലൻസിങ് ആണ്. യഥാർത്ഥത്തിൽ ഈ ബാലൻസിങ്ങിലൂടെ ഈ രാജ്യം നിലനിൽക്കും. ആ ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ടാണ് സാരേ ജഹാംസെ അച്ഛ എഴുതിയ അലാമ ഇക്ബാൽ അദ്ദേഹം ശ്രീരാമനെ വിളിക്കുന്നത് ഇമാമേ ഹിന്ദ് എന്നാണ്, ഇന്ത്യയുടെ സ്പിരിച്വൽ ലീഡർ എന്നാണ്. ഈ സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എഴുതിയ അലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന മഹാൻ പിന്നീട് പാകിസ്ഥാൻ വാദിയാകുകയോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സ്പിരിച്വൽ ഫാദർ ആകുകയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 30കളിൽ മരിച്ചു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ അന്നത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിങ്ങളെ വെറുപ്പിക്കുന്നതായിരുന്നു അവരുടെ പ്രധാന ജോലി. ഇന്ന് നമ്മൾ ഇസ്ലാമോഫോബിയ പോലെ അന്ന് ഇതുപോലെ തിരിച്ചപ്പുറത്തും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് എന്നും ഹിന്ദുക്കളെ വെറുപ്പിക്കലായിരുന്നു ജോലി. ഈ ബാലൻസ് കണ്ടുപിടിക്കണം. ഈ ബാലൻസിലാണ് ഇന്ത്യയുടെ ആത്മാവ്. ഈ ബാലൻസ് ആണ് അതിന്റെ കോർ. ഇന്ത്യയുടെ മാത്രമല്ല കേട്ടോ, ഏത് രാജ്യത്തിന്. ഇപ്പൊ അമേരിക്ക പ്രധാനമായിട്ട് നമുക്ക് എല്ലാം അറിയാം, ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി നേഷനാണ്. അമേരിക്കയിലെ പ്രസിഡന്റ് നമ്മുടെ കൈവെക്കുന്നത് ബൈബിളിലാണ്. പക്ഷേ അതൊരു അപ്പം നമുക്ക് ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? വൈറ്റ് ഹൗസിൽ ഇടയ്ക്കിടയ്ക്ക് ദീപാവലി സെലിബ്രേഷൻ നടത്തണം, ഈദ് സെലിബ്രേഷൻ നടത്തണം. ഇങ്ങനല്ലേ ലോകത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റൂ? ഒന്നും വേണ്ടാന്നല്ല, എല്ലാം വേണമെന്നാ പറയണ്ടേ. ഇത് രണ്ടും നമ്മൾ സ്വതന്ത്രമായ മതേതരത്തിൽ എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാൻ എന്താ അറിയാ, അല്ല അതിന്റെ പ്രശ്നം എന്താ അറിയാം, അത് പറയാൻ എളുപ്പമാണ്. ഞാനൊരു ഉദാഹരണം പറയാം, അങ്ങേക്ക് കൺവിൻസിങ് ആവുന്ന ഉദാഹരണം പറയാം. അങ്ങനെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാലേ നമ്മുടെ രാഷ്ട്രീയക്കാരിലെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നേ, ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലങ്ങളെല്ലാം ഭരിക്കുന്ന ദേവസ്വം ബോർഡുകൾ ഇരിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ അല്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഭരിക്കുന്നതല്ലേ. ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരുന്നത് ഒന്നെങ്കിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ BJP, അല്ലെങ്കിൽ CPM, വെളിയിലാണെങ്കിൽ BJP, ഇവരുടെ ആൾക്കാരല്ലേ. ഇത് നമുക്ക് ഈ തത്വം പ്രസംഗത്തിൽ പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രയോഗത്തിലേക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ മറ്റേ ഭരണതലത്തിൽ നീതി നടപ്പിലാക്കേണ്ടത് ആവശ്യമാണല്ലോ എല്ലാവർക്കും. എന്താ അറിയാം സാർ, നമുക്കിത് പറച്ചില്ലേ, ഞാനത് എന്റെ ഒരു പേഴ്സണൽ ഒരു സബ്മിഷനായിട്ട് എടുത്താൽ സാറ്, ഈ പറയാൻ എളുപ്പമാണേ, പ്രയോഗ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ന്യൂനപക്ഷ വകുപ്പ് എന്നൊരു വകുപ്പുണ്ട്, നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കടക്കമുള്ള വകുപ്പാണ്. നാളെ ന്യൂനപക്ഷ വകുപ്പ് വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ന്യൂനപക്ഷ വകുപ്പ് എന്ന് പറഞ്ഞാൽ മതവിഭാഗത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള വകുപ്പാണ്. അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നേരെ തിരിച്ച് അങ്ങ് യുക്തിവാദിയാണല്ലോ, അങ്ങേക്ക് പെട്ടെന്ന് അങ്ങ് ചിന്തിക്കേണ്ട പോയിന്റുകൾ ഞാനൊരു 10 സെക്കൻഡിൽ പറയാം, 30 സെക്കൻഡിൽ പറയാം. ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കാം, അങ്ങ് ഒരു യുക്തി ചിന്തകനും മറ്റുമൊക്കെ ആണല്ലോ. അങ്ങയുടെ അഭിപ്രായത്തിലെ കേരളത്തിലെ ഹിന്ദുക്കൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അല്ലെങ്കിൽ അങ്ങ് ഒരു പ്രശ്നമുണ്ടോ? കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രമായിട്ട് നേരിടുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അങ്ങനെ ഒരു പ്രശ്നം, ഒരു ഹിന്ദുവിന്റെ പ്രശ്നം, മുസ്ലിമിന്റെ പ്രശ്നം, ക്രിസ്ത്യന്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാനൊരു പ്രശ്നത്തെ കാണുന്നില്ല. വെരി നൈസ്. ഇനി ഞാൻ സാറിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എടുത്ത 30 സെക്കൻഡിൽ ഹിന്ദുക്കളുടെ പ്രശ്നം എന്താന്ന് പറയാം. കേരളത്തിന്റെ ജനസംഖ്യ 3.5 കോടിയാണ്. അതിൽ 50 മുതൽ 55% വരെയാണ് ഹിന്ദുക്കൾ, 27 മുതൽ 29% വരെയാണ് മുസ്ലിങ്ങൾ, 17-18% അല്ലെങ്കിൽ 19% ക്രിസ്ത്യാനികൾ. ഈ കണക്ക് ശ്രദ്ധിച്ചു കാണുമല്ലോ, നമ്മുടെ കേരളത്തിലെ എല്ലാ വർഷവും ഗവൺമെന്റ് എടുക്കുന്ന കണക്കാണ്. ഈ കണക്കെടുത്ത് നോക്കിയാൽ ഞാൻ കേരള ഗവൺമെന്റിന്റെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ, കേരളത്തിലെ കോടതികളുടെ, ഡോക്ടർ സിബി മാത്യൂസിന്റെ ഡോക്ടറേറ്റ് തീസിസ്, ആശുപത്രിയിലെ കണക്കുകൾ വെച്ച് അടുത്ത് പറയാൻ പോകുന്നത്, കേരളത്തിലെ ആത്മഹത്യകളിൽ 80% നടക്കുന്നത് നമ്മൾ 50% ഹിന്ദുക്കളിലാണ്. 83% മദ്യപാനത്തിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മൾ 50% ഹിന്ദുക്കളിലാണ്. 85 മുതൽ 90% കുടുംബ തകർച്ചകൾ, ഫാമിലി ബ്രേക്ക് ഡൗൺസ് നടക്കുന്നത് നമ്മൾ 50% ഹിന്ദുക്കളിലാണ്. സാറ് നടതള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? നടതള്ളുക, അതായത് പ്രായമായ അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നടതള്ളുക എന്ന് കേട്ടിട്ടില്ലേ? എപ്പോഴെങ്കിലും സാറിന്റെ ഏതെങ്കിലും ഒരു മുസ്ലിം സുഹൃത്തോ ക്രിസ്ത്യൻ സുഹൃത്തോ അപ്പച്ചനെ അമ്മച്ചിയും ഉമ്മയും ബാപ്പയും പള്ളി തള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ ഉമ്മയും ബാപ്പയും ഞാൻ പള്ളി തള്ളി എന്ന് ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ? അവരുടെ ഇടയിൽ 1% വല്ലതും കാണും, പക്ഷേ 90% ഈ കുടുംബ തകർച്ചയും അച്ഛനമ്മമാരെ നോക്കാത്തത് നമ്മൾ ഹിന്ദുക്കളാണ്.
അപ്പം ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? അതിനൊരു കോർ റീസൺ ഉണ്ട്. ഞാനിത് കോട്ട് ചെയ്യുന്നത് ഒരു മതസ്ഥാപകനെയല്ല, മതവിശ്വാസിയല്ല, കേരള പോലീസിന്റെ ഏറ്റവും വലിയ DGP ആയിരുന്ന ഡോക്ടർ സിബി മാത്യൂസിനെയാണ്. സിബി മാത്യൂസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് തീസിസ് അവതരിപ്പിച്ച പ്രബന്ധത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്, കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇടയിൽ ആത്മീയ വിദ്യാഭ്യാസമില്ല. ഇത് കാരണമാണ് അവരുടെ ഇടയിൽ ഇത്രമാത്രം സാമൂഹിക തകർച്ചകൾ ഉണ്ടാകുന്നത്. ആത്മഹത്യ, മദ്യപാനം, കുടുംബ തകർച്ച. സാറേ എന്താ ഇതൊരു 4-5 വർഷം ഒരു സാമൂഹിക വ്യവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ഇത്രയും അക്രമാസക്തമായിട്ട് നമ്മൾ പലതും കാണുന്നത്. നമ്മൾ ഹിന്ദുക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം ഇല്ല. എന്താന്ന് ഞാൻ കണക്ക് വെച്ച് പറയാം. ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും TV സീരിയലോ രാമായണവും കാണുകയല്ല. അതായത് 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഒരു കുട്ടി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ സിലബസ് അധിഷ്ഠിതമായി സ്ട്രക്ചേർഡായി നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ കുട്ടി, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ കുട്ടി ആഴ്ചയിൽ 2 മണിക്കൂർ വീതം പരിശുദ്ധ. ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ വളരെ ഒരു സത്യസന്ധതയും നന്മയും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇത് ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. കാര്യം അറിയോ, ഞാൻ സംസാരിക്കുന്നത് ഡേറ്റ വെച്ചാണ്, ഹാർഡ് ഡേറ്റ. ഒരു നീതിപൂർവ്വം നിങ്ങളുടെ പോസ്റ്റുകളിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ യുക്തിവാദിയാണെങ്കിലും ഞാൻ അത് നിങ്ങളിൽ കാണുന്നുണ്ട്. ഗാന്ധിയും നെഹ്റുവും ഒരേപോലെ വലിയ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഹിന്ദു യുക്തിവാദികളുടെ സഹായം ഇതിൽ കൂടുതൽ വേണ്ടത്. സാർ പറഞ്ഞ ഈ ഒരു വാദമുണ്ടല്ലോ, ഇതിന്റെ പ്രത്യേക ഞാൻ പറയാം. ഇന്നാണ് ഞാൻ രക്തിസാഗർ എന്ന് പറഞ്ഞൊരു ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യായിരുന്നു. രക്തിസാഗർ എന്നുള്ള ട്രെയിനിൽ വളരെ വൃത്തികേടാക്കിയ ആ ട്രെയിനിനെ വളരെ മോശമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തില് ആദ്യമായിട്ട് വേണ്ട നമ്മൾ മാനവികതാ ബോധവും അച്ചടക്ക ബോധവുമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ടത്. ജീവിതത്തെ സധൈര്യം നേരിടാനുള്ള ഒരു ആത്മധൈര്യമാണ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി. പലപ്പോഴും നമ്മൾ കുട്ടികളെ പല ഇതിലും ഇതാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പല ഇതിലും കൊണ്ടിട്ട് അവന്റെ ആത്മബോധം, അവന്റെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഇല്ലെങ്കിൽ അച്ചടക്കം, മറ്റുള്ള ജീവിത സാമൂഹിക ബോധം. ഞാൻ കുറച്ചുകൂടെ സയന്റിഫിക് ടെർമിനോളജി ഉപയോഗിച്ച് പറയട്ടെ, ഒരു യുക്തിവാദിക്ക് അത് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അതായത് 9 തരമുള്ള ഇന്റലിജൻസുകൾ ഉണ്ടെന്നാണ് ഹൊവാർഡ് ഗാർണർ എന്ന ഹാർവേർഡ് സൈക്കോളജിസ്റ്റിന്റെ ഫ്രെയിംവർക്ക്. ആ ഫ്രെയിംവർക്കാണ് ലോകത്തെ ടീച്ചർമാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് 9 വ്യത്യസ്ത തരം ബുദ്ധിശക്തികളുണ്ട് എന്നാണ് കണക്ക്. അതിൽ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, അതിനെയാണ് നമ്മൾ ഈ ജീവിതോന്മുഖമായ ബുദ്ധിവൈഭവം, ബുദ്ധിശക്തി എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ വിശ്വാസികൾ അതിനെ സ്പിരിച്വൽ എന്ന് പറയും. നിങ്ങൾ യുക്തിവാദികൾക്ക് അതിനെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്നോ ലൈഫ് ഇന്റലിജൻസ് എന്നോ ഒക്കെ പറയാം. അപ്പൊ ഒരു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടിക്ക് 5 മുതൽ 18 വയസ്സ് വരെ ഏകദേശം 1000 മണിക്കൂർ ഈ ആത്മീയ വിദ്യാഭ്യാസം, എക്സ്പോഷർ, എഡ്യൂക്കേഷൻ, സ്റ്റോറീസ് ഇതൊക്കെ അവർ കേൾക്കും. നമ്മുടെ കുട്ടികൾ, നമ്മുടെ എന്ന് പറഞ്ഞാൽ യുക്തിവാദിയായ ഹിന്ദുവിന്റെയും ഭക്തിവാദിയായ ഹിന്ദുവിന്റെയും കുട്ടികൾക്ക് വേണ്ട രീതിയിൽ അത്തരമൊരു എഡ്യൂക്കേഷൻ, പാറ്റേൺ ഫോർമേഷൻ, മോഡൽ ക്രിയേഷൻ, ലുക്കിംഗ് അപ്പോൺ ടു സംവൺ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ഞാൻ ഹാർഡ് ഡേറ്റ എടുത്താണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഒരു പരിച്ഛേദം എടുത്താൽ മുസ്ലിങ്ങൾക്കുള്ളതിന്റെ 10 ഇരട്ടി ആത്മഹത്യ കണക്കാണ് നമുക്കുള്ളത്. മുസ്ലിങ്ങളുടെ 1 ഇരട്ടി ജനസംഖ്യ നമുക്കുള്ളൂ. മുസ്ലിങ്ങൾ 27%, നമ്മൾ 55%. മുസ്ലിങ്ങളുടെ 10 ഇരട്ടി, മുസ്ലിങ്ങൾക്ക് 8% ആത്മഹത്യ, നമുക്ക് 80% ആത്മഹത്യ. ഇതിന്റെ കാരണങ്ങൾ വേറെ പലതുമാണ്. ഞാൻ പറഞ്ഞത് അറിയാമോ, അതിന്റെ കാരണം വേറെ പലതും അല്ല എന്നുള്ളതാണ് സത്യം. ഞാനിത് അല്ലാന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാര്യം എന്താ അറിയാമോ, ഇത് എന്റെ അനുമാനമല്ല. അതായത് കേരള പോലീസിന്റെ DGP ആയിരുന്ന ഒരു വ്യക്തി, വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന ഒരു വ്യക്തി, അക്കാഡമിക്കും സ്കോളറുമായിരുന്ന ഡോക്ടർ സിബി മാത്യൂസ് എന്ന ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി, അതായത് നമ്മുടെ സമുദായത്തിൽ ജനിച്ച വ്യക്തി അല്ല എന്ന് കാണിക്കാൻ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ഡോക്ടറേറ്റ് തീസീസ് എഴുതുന്നു. അദ്ദേഹത്തിന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളടക്കം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടല്ലോ. അദ്ദേഹം DGP ആയിരുന്നല്ലോ. അത് വെച്ച് അദ്ദേഹം എത്തുന്ന കൺക്ലൂഷനാണിത്. ഇനി 2, ഒരു കൺക്ലൂഷൻ. ഹാർവേർഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം TH Chan അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത്, ആഴ്ചയിലൊരിക്കൽ നമ്മൾ പള്ളിയിൽ പോയാൽ അല്ലെങ്കിൽ ആരാധനാലയത്തിലോ ദേവാലയത്തിലോ പോവുകയാണെങ്കിൽ, കുറച്ചുകൂടെ സ്പിരിച്വൽ കോൺഗ്രിഗേഷന് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടി സ്ട്രെസ് കുറയും, സാമൂഹിക ബന്ധങ്ങൾ കൂടും, പരസ്പര യോജിപ്പ് കൂടും, ആത്മഹത്യാ പ്രവണത കുറയും എന്നൊക്കെയാണ്.
അതായത് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും പോലെ. ഞാനൊരു മറുപടി തരാം. ഞാൻ ഒറ്റ വരി കൂടെ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച കൂട്ടായ്മയില്ല. ഇനി അതിന് ദൈവം വേണ്ട, നമുക്ക് ദൈവത്തെ സൈഡ് മാറ്റി നിർത്താം. ദൈവം വേണ്ട, മനുഷ്യനെ എടുത്താൽ മതി. മനുഷ്യൻ അത്തരം പരസ്പര സാമൂഹിക ബന്ധങ്ങളിലൂടെയുള്ള കൂട്ടായ്മകളോ ഒരുമിച്ച് ചേരലോ ഒന്നും നമ്മുടെ ഹിന്ദു സമൂഹത്തിനില്ല. ഇതാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ടാണ് എംപിരിക്കലായി എടുക്കുമ്പോൾ പ്ലീസ് ലോകത്തിന്റെ ഈ അടുത്ത കാലത്ത് ഒരു ഏറ്റവും കൂടുതൽ എക്സ്റ്റസി, ആനന്ദം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിനെ കുറിച്ചിട്ടുള്ള കണക്കെടുപ്പുകൾ നടന്നിരുന്നു. അതില് ഉള്ള 3-4 രാഷ്ട്രങ്ങള്, ഒന്ന് സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾ എന്ന് പറയും. അതായത് ഡെൻമാർക്ക്, ഫിൻലാൻഡ് ഒക്കെയാണ് വന്നത്. അവിടെയെല്ലാം ആത്മീയ മതങ്ങളും മതസ്ഥാപനങ്ങളും ഒക്കെ ഇല്ലാതായിരിക്കണം. ഈ കണക്കെടുപ്പിന് പല മാനദണ്ഡങ്ങളും ഉണ്ട്. ക്രൈം റേറ്റ്, മറ്റുള്ള പല കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അവര്. ഞാൻ ഫിൻലാൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് എല്ലാ മാസവും 7 മുതൽ 10 ദിവസം വരെ ഫിൻലാൻഡിൽ ഒരു വ്യക്തിയെ മോൾഡ് ചെയ്യുന്ന, ഇപ്പൊ നമ്മുടെ നെഹ്റുവിനെ കുറിച്ച് ആലോചിക്കാം. ഒരു വ്യക്തിയെ മോൾഡ് ചെയ്യുന്ന ആത്മീയതയല്ല, അവന്റെ സാമൂഹിക ബോധവും അച്ചടക്ക ബോധവും അവന്റെ വിവേകവും. സമയം വളരെ വിലപ്പെട്ടതായതുകൊണ്ട് അങ്ങേക്ക് ആത്മീയത എന്ന വാക്കിനോട് പ്രശ്നമെങ്കിലേ ലൈഫ് ഇന്റലിജൻസ് എന്ന് വിളിച്ചാൽ മതി. ഞാൻ ആത്മീയത എന്നുള്ള വാക്കിന് ഞാൻ എങ്ങനെ അറിയൂ? ഞാൻ ആത്മീയത എന്നുള്ള വാക്കിന് ഞാൻ കാണുന്നത് എങ്ങനെ അറിയൂ? നിങ്ങളെ എന്താണ് ഭൗതികമായിട്ടുള്ള ഇതുപോലെ തന്നെ നമ്മളെ ആന്തരികമായിട്ട് ഉയർത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രക്രിയയായിട്ടാണ് ആത്മീയത എന്നുള്ള വാക്കിന് കാണുന്നത്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും എന്താണ് രീതിയിൽ കാണാപ്പാടം. വിവേകാനന്ദന്റെ അദ്ദേഹം പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതേ പല കാര്യങ്ങളും. ആ ഒരു ആത്മീയതയാണ് ഞാൻ കാണുന്നത്. ആത്മീയത ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ ഒരു ഭാഗത്ത് എഴുതി. ആത്മീയത എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയത എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് അതിന്റെ അർത്ഥം. ആത്മീയത പറഞ്ഞത് ആത്മാവിനെ സംബന്ധിക്കുന്നതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായി? ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരം ഇത് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഒരു വ്യക്തിക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ അവൻ വ്യക്തിപരമായിട്ട് അവന്റെ ഇത് ഉയർത്തപ്പെടണമെങ്കിൽ അവനാ ഇത്തരത്തിലുള്ള അതിന് നിങ്ങൾ സ്പിരിച്വാലിറ്റി എന്ത് വേണമെങ്കിലും. നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന വാക്ക് കോൺട്രവേഴ്ഷ്യൽ ആണെങ്കിൽ അതിനെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കാം. അങ്ങനെയാണ് ചില വേണമെന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു കുട്ടിയെ വിവേകാനന്ദന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളൊരു വലിയ ഒരു ലൈബ്രറിയിലെ പുസ്തകം മുഴുക്ക വായിച്ച് നിങ്ങൾ അതെല്ലാം ബ്രെയിനിൽ സൂക്ഷിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പക്ഷെ നിങ്ങൾക്ക് സ്വാശ്രയത്വവും ജീവിതത്തെ സധൈര്യം നേരിടുവാനുള്ള ഒരു ഇതും നിങ്ങളിൽ ചുരുങ്ങിയ വാക്കുകളിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എടുത്താൽ മതി. ഞാൻ അതാ പറഞ്ഞത് ലൈഫ് ഇന്റലിജൻസ് എന്നോ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്നോ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ. അപ്പൊ എന്താണ് ഈ സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിലെല്ലാം മതങ്ങൾ ഇന്നിപ്പോ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ലോകത്തിലെ ക്രൈം റേറ്റ്സുകളും മറ്റുള്ളതെല്ലാം നോക്കുമ്പോൾ അവിടെ കുറവാണ്. പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല, അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല എന്ന് പറയാൻ കാരണം അത് നമ്മുടെ നാട്ടിലെ ഒരു പ്രചരണമാണ്. ഞാനല്ലെന്ന് അങ്ങേക്ക് മലയാളി ആയതുകൊണ്ട് കൗതുകമുള്ള ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. കഴിഞ്ഞ തവണ നമ്മുടെ ഞാൻ തെളിവ് പറഞ്ഞേ പോ അതുകൊണ്ടാ അങ്ങ് വെറുതെ മാതാ അമൃതാനന്ദമയി ഫിൻലാൻഡ് എന്നടിച്ചാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാതാ അമൃതാനന്ദമയി വരികയും അവിടെ 10,000 കണക്കിന് ഫിന്നിഷുകാർ മാതാ അമൃതാനന്ദമയുടെ സത്സംഗങ്ങൾക്ക് വരുന്നതും കാണാം. അവിടെ ചർച്ചുകൾക്കൊരു തളർച്ച ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും പള്ളികൾക്കും ഒരു തളർച്ച ഉണ്ടാകുന്നു എന്നുള്ള സത്യമാണ്. എന്നാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. നിങ്ങൾ പറയുന്നതിനിടയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അത് കംപ്ലീറ്റ് ചെയ്തു. ലോകത്ത് നമുക്ക് നമ്മൾ എവിടെ നോക്കിയാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കുരിശു യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിലാണെങ്കിലും രാമജന്മഭൂമി സമരം മറ്റുള്ള ഞാൻ ആദ്യം RSS കാരനായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം അതുകൂടി ഞാൻ പറഞ്ഞുതരാം. RSS കാരനായിരുന്നു ഞാൻ. എന്താണ് ഈ രാമജന്മഭൂമി സമര കാലഘട്ടത്തിൽ അതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് കണ്ട എനിക്ക് വളരെയധികം ദുഃഖം തോന്നി സത്യം പറഞ്ഞ.
വളരെയധികം ദുഃഖം തോന്നി. ഞാൻ എന്നെ പോലെ തന്നെയുള്ള മനുഷ്യ, സരയൂ നദിയിൽ നിന്നൊക്കെ വലിച്ചെടുക്കുന്ന മനുഷ്യന്റെ ശവശരീരങ്ങളൊക്കെ കണ്ടപ്പോൾ അവരൊരു വീഡിയോ ഇതൊക്കെ ചിത്രീകരിച്ചിട്ടായിരുന്നു. അത് ഞാൻ കണ്ടു. ഞാൻ കരഞ്ഞുപോയി 92-ന്. സർ, കാര്യം അവരിൽ ചിലരെങ്കിലും പോരാടിയത് ഗാന്ധിജിയുടെ രാമനോ ശ്രീരാമനായ ദൈവമായ രാമനോ അല്ല, അവർക്ക് രാഷ്ട്രീയപരമായ അവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ അത്തരം ഒരു ഐഡിയോളജിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അതായത് ഇവിടെയാണെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, ഗാന്ധിജിയുടെ രാമനാണെങ്കിലേ ആത്മാർത്ഥതയുള്ള രാമനാ, പക്ഷേ ഹിന്ദുത്വവാദികളുടെ രാമൻ ആത്മാർത്ഥതയില്ല. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം, ഗാന്ധിജി അറിയാലോ നമുക്ക്, ഗാന്ധിജി ഇന്ത്യ വിഭജന കാലത്ത് എന്താണ്, ഹലോ പറയണം പ്ലീസ്. ഇന്ത്യ വിഭജന കാലത്ത് മതലഹള മൂലം ലക്ഷങ്ങൾ ഇതാവുമ്പോൾ അദ്ദേഹം നാവാകാലിയിൽ അവിടെ നിരാഹാരം കിടക്കായിരുന്നു. അത് മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിനടുത്ത് വന്നിട്ട് ഒരു ഹിന്ദു ആള് വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ കുടുംബത്തിനും ഇവരെല്ലാവരെയും അവര് നശിപ്പിച്ചു, അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ, എന്നിട്ട് ഇയാൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്നിട്ട് അവരോട് ക്ഷമിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇയാൾ തിരിച്ചു പോകുമ്പോൾ ഗാന്ധി തിരിച്ചു വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു മുസ്ലിം കുഞ്ഞിനെ എടുത്ത് വളർത്തണം എന്ന്. അതെ. ഗാന്ധിജി സമാധാന ശ്രമങ്ങളിലൂടെയാണ് മിറക്കിൾ ഓഫ് കൽക്കട്ട അഥവാ കൽക്കട്ടയിൽ ശാന്തി കൊണ്ടുവന്നു. അങ്ങനെയാണ് ലോർഡ് മൗണ്ട് ബാറ്റൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ ഗാന്ധിജി വിശ്വാസങ്ങൾക്ക് അതെല്ലാം ഗാന്ധിജിക്ക് ഇതിനെല്ലാം പ്രേരണമായത് ഗാന്ധിയുടെ വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങൾ തന്നെ ഗാന്ധിയുടെ കുടുംബ ബന്ധങ്ങളിൽ കുറെ വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിജി ഒരു സാധാരണ മനുഷ്യനാണ്, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയ സാധാരണ മനുഷ്യനാണ്. ഒരുപാട് പരാജയങ്ങളുണ്ടായ. അപ്പൊ ഞാൻ പറയാൻ വിഷയം കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ലോകത്ത് ഇത്രയും നമ്മൾ ആത്മീയതയുടെ പേരിലും ഞാൻ പറഞ്ഞ ആത്മീയതയല്ല, മറ്റൊരു രീതിയിലുള്ള ആത്മീയതയുടെ പേരിലും മതത്തിന്റെ പേരിലും സംഘർഷങ്ങൾ ഉണ്ടാവുകയും ഇങ്ങനെ മനുഷ്യനെ കൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ലോകത്ത് എവിടെയും ഒരു യുക്തിവാദി ഒരാളെ കൊന്നതായിട്ട് നമുക്ക് എവിടെയും വായിക്കാൻ പറ്റില്ല. അതിന്റെ പ്രശ്നം എന്താ പറയുക, യുക്തിവാദം അങ്ങനെ വലിയൊരു സംഘടിത ഫോഴ്സ് അല്ലല്ലോ. എവിടെയും അത് നടന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവം. അല്ലെങ്കിൽ നീതി മറ്റേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിയമവ്യവസ്ഥയ്ക്ക് അതീതമായിട്ടുള്ള ഒരു പ്രവർത്തനം, നീതിക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനം, നീതി എന്നുള്ളത് നമ്മുടെ സാമൂഹിക ബോധമാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ്. അത് കറക്റ്റ്. പക്ഷേ അങ്ങ് പറയുന്നത് യുക്തിവാദം അങ്ങനെ ഒരു വലിയ, ഞാൻ യുക്തിവാദികളെ ബഹുമാനിക്കുകയും യുക്തിവാദികൾ നമ്മുടെ സമൂഹത്തിൽ വേണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. കാര്യം ഞങ്ങൾ വിശ്വാസികൾക്ക് എന്നും ഒരു ചെക്കും ബാലൻസുമായിട്ട് നമ്മുടെ യുക്തിവാദികൾ വേണമെന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഓവറോൾ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രം ഞാൻ പറയണേ. അതായത് ഒറ്റ വരി പറഞ്ഞു നിർത്താം, ഗാന്ധിയൻ സെക്കുലറിസം അല്ലെങ്കിൽ ഗാന്ധിയൻ ബഹുസ്വരത, മതസൗഹാർദ്ദം, മതേതരത്വം എന്ന് പറഞ്ഞാൽ റൈറ്റ് വിംഗേഴ്സിന് ഇഷ്ടപ്പെടില്ല, മറ്റേ ബഹുസ്വരതയെന്നും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിംഗേഴ്സിന് ഇഷ്ടപ്പെടില്ല. എന്ത് പേര് വിളിച്ചാലും പരസ്പര വിരോധമില്ലാത്ത ആ അവസ്ഥ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും എല്ലാം പരസ്പര ബഹുമാനത്തോടെ സംവാദം ചെയ്ത് നിലനിൽക്കുന്ന ഒരു ഇന്ത്യ, അതാണ് ശരിയായ ഒരു രീതി. ഇനി അതിന് എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. യു കലാനാഥൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. പിന്നെ ഞാന് ചേകന്നൂർ മൗലവിയുടെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിരുന്നു. അവിടെ പോയപ്പോൾ ഞാൻ യു കലാനാഥൻ സാറിനെ കോട്ട് ചെയ്ത് അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത്, ഞാൻ കേരളം മുഴുക്ക ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. നമ്മുടെ കുരിപ്പുഴ ശ്രീകുമാറായിട്ടൊരു യാത്ര നടത്തിയിട്ടുണ്ട് ഞാൻ. കേരളം അറിയായിരിക്കും, 2017 ജാതിയും മതവുമല്ല ജീവിതമാണ് പ്രധാനം എന്നുള്ളൊരു വലിയൊരു സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരു സംശയമില്ല, കറക്റ്റാണ്. ഇതായിട്ട് അപ്പൊ അതിൽ ആ യാത്രയിൽ ഞങ്ങൾ മറ്റേ കലാനാഥൻ സാറായിട്ട് ഞാൻ വളരെ അടുത്ത ഇതുണ്ടായിരുന്നതാണ്. അപ്പൊ അത് ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മതേതരത്വമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ മതത്തിനപ്പുറത്തേക്ക് നമ്മൾക്ക് വ്യക്തി എന്നുള്ള നിലയ്ക്ക് മതാതീതമായിട്ട് ചിന്തിക്കാം. രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും മതാതീതമായിട്ട് എല്ലാ മതങ്ങളെയും മതം വേണ്ട എന്ന് വെക്കാനോ രാഷ്ട്രത്തിന് സാധിക്കില്ല. എന്ന് വെച്ചാൽ എല്ലാ അതായത് ഇത് ഏത് വാക്കിൽ പറയുന്നു എന്നുള്ളേ ഉള്ളൂ. ഞാൻ പറയുന്നതും ഇപ്പൊ യു കലാനാഥൻ സാർ പറഞ്ഞ ഒരേ ആശയമാണ്. നമ്മൾ രണ്ടും ട്രസ്റ്റ് കൊടുക്കുന്ന സ്ഥാനങ്ങൾ വേറെ ആയിരിക്കുമെന്നേ ഉള്ളൂ. യു കലാനാഥൻ സാറിന്റെ അല്ല ഈ സാധനം അറിയില്ല. യു കലാനാഥൻ സാറിന്റെ പ്രസക്തമായൊരു വചനമുണ്ട്. അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ കോട്ടുണ്ട്, അദ്ദേഹം പറയുന്നത്, വിശ്വാസിയുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയല്ല, അവന്റെ വിചാരത്തെ പിടിച്ചു കുലുക്കുകയാണ് യുക്തിവാദം.
അതായത് ഭവിഷ്യസികളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുകയല്ല, പകരം അവനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, അവന്റെ ചലഞ്ച് ചെയ്യാൻ. ഈ ഒരു ബാലൻസ് പിടിച്ചു പോയാൽ മതി. ഇങ്ങനെ ചെയ്തതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവും. ശ്രീനാരായണ ഗുരു അന്നത്തെ ഈ സോക്കോൾഡ് ഈ ചീത്ത ഉപാസനകളുണ്ട്, ശ്രീനാരായണ ഗുരു അവിടെ ചെന്ന് ഇത് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അത്ര അങ്ങനെ ശ്രീനാരായണ ഗുരു അവസാനം ശ്രീനാരായണ ഗുരു മറ്റേ കണ്ണാടി ക്ഷേത്രം വെക്കാൻ അത് അവസാനമാണ് വെച്ചത് ശ്രീനാരായണ ഗുരു. അതായത് സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ള ആശയം നൽകാനാണ്. അത് മുമ്പ് നമ്മുടെ തിരുവിതാംകൂറില് എന്താ അദ്ദേഹത്തിന്റെ പേര് വൈകുണ്ഠര് നേരത്തെ കണ്ണാടി ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ സമരം ഉണ്ടാവുന്നത് വൈകുണ്ഠർ തന്നെയാണ്. തൈക്കാട് അയ്യാഗുരു രണ്ട് ചട്ടമ്പിസ്വാമിയെയും ശ്രീനാരായണ ഗുരുദേവനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഞാൻ അവിടെ പരിപാടിക്ക് പോയി. അപ്പൊ ഒറ്റ കാര്യം റിക്വസ്റ്റേ ഉള്ളൂ, ഇതൊരു ബാലൻസ് പിടിക്കണം. ആ ബാലൻസ് നമുക്ക് യുക്തിയിൽ ബേസ് ചെയ്ത് പിടിക്കാം, ഭക്തിയിൽ ബേസ് ചെയ്ത് പിടിക്കാം. ദേശീയപരമായിട്ട് നമ്മൾ കാണുമ്പോൾ അത് ബാലൻസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അതെ, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? യുക്തിവാദം ചിന്താപരമായിട്ട് ഒരു വികാസത്തിലൂടെ പരമാവധി യുക്തിയോടുകൂടി ഭക്തരെ നയിക്കുക. നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഞാൻ പറഞ്ഞ ഒരു ദേശീയ അടിസ്ഥാനത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങള് ഒരു ദേശീയ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കേരള ലോട്ടറിയിൽ നിന്നാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ അതെങ്ങനെ മറ്റൊരു വിഭാഗക്കാർക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? വന്ദേമാതരത്തെ കുറിച്ച് സാറ് വിട്ടപ്പോൾ ആ ഒരു കോണ്ടസ്റ്റാണ് ഞാൻ പറയുന്നത്. പല ക്രിസ്ത്യാനികളും ഇപ്പം അവരുടെ പള്ളി തുടങ്ങുമ്പോൾ സരസ്വതി വന്ദനം ചെയ്യാൻ ഒന്നും ആരെയും അടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പൊ ഞാൻ വീട്ടിൽ അങ്ങേക്ക് അറിയാമെന്നറിയില്ല, എന്റെ വീട്ടിലാണ് ഒരു വീട്ടിനുള്ളിലെ ഏറ്റവും വലിയ യേശു ക്രിസ്തുവിന്റെ മുഖചിത്രം, 140 സ്ക്വയർ ഫീറ്റ്. ഞാൻ നാളെ പക്ഷെ അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപ് ഒരു നിയമം കൊണ്ടുവരികയാണ്, എല്ലാവരും കഴുത്തിൽ കുരിശിട്ടോണം, അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കിക്കൊള്ളണം. ഞാൻ തൂക്കൂല. അത് യേശു ക്രിസ്തുവിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. യേശു ക്രിസ്തുവിനെ ദുരുപയോഗം ചെയ്ത് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുകയാണ്. പുള്ളിക്ക് എന്ത് യേശു ക്രിസ്തു? മതം എന്നും വ്യക്തിപരമായ കാര്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, മതം എന്തും വ്യക്തിപരമായ കാര്യമാണ്. അതെ, അതിനെ സാമുദായികമായി ആൾക്കാർ അതിലുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? അത് ബ്ലെൻഡ് ആൻഡ് ബാലൻസ് ചെയ്യുക. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ ജാതികൾക്കും അവർക്ക് ബേസ് ചെയ്യുന്ന പാർട്ടികളില്ലേ? നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. എന്തായാലും ഞാൻ ഡോക്യുമെന്റ് ചെയ്യാൻ വളരെ സന്തോഷം. അങ്ങനെയല്ല, നല്ല യുക്തിവാദികൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിനും ആവശ്യമാണ്. വളരെ സന്തോഷം എന്തായാലും സംസാരിക്കാൻ കഴിയും. യുക്തിവാദം എന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, യുക്തിവാദം നമ്മൾ ശരിയായ, പക്ഷെ അങ്ങനത്തെ യുക്തിവാദികൾ ഇല്ല. കോമൺ സെൻസ് ആൻഡ് സയന്റിഫിക് ടെമ്പർ. ഇവിടെ കൂടുതൽ യുക്തിവാദികൾ ഉള്ളത് ദൈവമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ. കോമൺ സെൻസ് ആൻഡ് സയന്റിഫിക് ടെമ്പർ ആണ്, കറക്റ്റ് ആണ്, സംശയമില്ല. യുക്തിവാദം പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു കാര്യത്തിനെയും വസ്തുനിഷ്ഠമായി പരിശോധിച്ചുകൊണ്ട്, സാമൂഹിക വീക്ഷണത്തിലും എല്ലാം വസ്തുനിഷ്ഠമായി പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് യുക്തിവാദം. അല്ലാതെ മറ്റൊരാൾ പറയുന്നതിന് നമ്മൾ ഏറ്റുപറയലല്ല. ഇവിടെ ഞാൻ കാണുന്ന യുക്തിവാദികളെല്ലാം ദൈവമില്ല എന്ന് പറയുന്നത് മാത്രമാണ് അവരുടെ. ഞാൻ ഒരു വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യന്റെ ഇടയിൽ സൗഹാർദ്ദവും സ്നേഹവും എന്തായാലും ഉണ്ടാവണമല്ലോ. നാളെ നമ്മുടെ MN കാരശ്ശേരി സാറിനോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ദൈവമുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്ന് പറയുന്നത്. ശ്രീബുദ്ധൻ പറഞ്ഞതാണത്. ഹലോ, ശ്രീബുദ്ധൻ പറഞ്ഞതാണത്. അപ്പൊ ഞാൻ അദ്ദേഹം ദൈവമുണ്ട്, തമാശ രൂപത്തിൽ കേട്ടോ, ദൈവമുണ്ട്, ഒരു വിഭാഗം ദൈവമുണ്ടെന്ന് പറയുന്നു, ഒരു ദൈവം ഇല്ല എന്ന് പറയുന്നു. അപ്പോ വേറൊരു വിഭാഗം ദൈവമുണ്ടോ, അഗ്നോസ്റ്റിക് എന്ന് പറയുന്നു അവര്. അപ്പൊ ദൈവമുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവം ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് എന്റെ ജീവിക്കാൻ ഞാൻ ജോലി ചെയ്യണം, എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വേറൊരു വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞാലേ, അപ്പൊ അവരെ എന്ത് വിളിക്കില്ല തമാശക്ക്. ഇനിയും കോൺവെർസേഷൻ തുടരാം. ഞാനപ്പോ കണക്ട് ചെയ്തോളാം. താങ്ക് യു. ഓക്കെ. എല്ലാ നന്മകളും ആശംസിക്കുന്നു കേട്ടോ, എല്ലാ നന്മകളും. ഓക്കെ.